ഹായ് ഓൾ. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഇൻ ദിസ് സീരീസ്. ഫസ്റ്റ് ഒരു ലോഞ്ച് വീഡിയോ അനൗൺസ്മെന്റ് കഴിഞ്ഞ ശേഷം ഇതായിരിക്കും ഫസ്റ്റത്തെ വീഡിയോ. ശരിക്കും ഞാൻ ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കോൺസെപ്റ്റ് വൈസ് ആണ് റെക്കോർഡ് ചെയ്ത് പോയത്. അങ്ങനെ ഓൾറെഡി ഒരു ഫസ്റ്റ് ബുക്ക് നമ്മൾ ആ ഒരു യു ഡോണ്ട് നോ ജേസിന്റെ ഫസ്റ്റ് ബുക്ക് കവർ ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ വീഡിയോ റിലീസ് ചെയ്യാൻ പോയപ്പോഴാണ് ആക്ച്വലി ലൈക്ക് ഒരു കംപ്ലീറ്റ് ബിഗിനർ എൻ്റെ കയ്യിൽ ഒരു പി സി ഉണ്ട്, അതിനകത്തൊരു ബ്രൗസർ ഉണ്ട്, ഒരു നെറ്റ് കണക്ഷൻ ഉണ്ട് ആൻഡ് യൂട്യൂബ് വഴി ഞാനിപ്പോൾ വീഡിയോ കാണുന്നു. ഇങ്ങനത്തെ ഒരാളുടെ കേസ് ഞാൻ ഇതുവരെ ആലോചിച്ചില്ലായിരുന്നു. സോ ഐ മീൻ ഫസ്റ്റ് കോഡ് ലൈക്ക് ഏറ്റവും ബിഗിനർ ആയിട്ട് കോഡ് എഴുതുന്ന ഒരാളുടെ കേസിനകത്ത്. സോ ആ ഒരു കേസിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ആ ഒരു കാര്യമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ. സോ നമ്മുടെ എല്ലാ അപ്കമിംഗ് വീഡിയോസും ഇതുവരെ ഒരു ഫോൾഡർ തുറന്നിട്ട് ഇങ്ങനെ ഞാൻ ടെർമിനൽ ഓപ്പൺ ആക്കി കോഡ് ഡോട്ട് അടിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നതിന്റെ സാധനത്തിന്റെ പേരാണ് വി എസ് കോഡ്. സോ ഇതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ കോഡ് എഡിറ്റർ ഫോർ ദിസ് സീരീസ്. സോ വേറെ കുറേ അധികം കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എ എനേബിൾ ആയിട്ടുള്ള കർസർ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിലും എ ഉണ്ട്, വെബ് സ്റ്റോം ഉണ്ട്. അങ്ങനെ കുറച്ചധികം കോഡ് എഡിറ്റേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കോഡ് എഴുതുന്നതെങ്കിൽ ഐ പ്രിഫർ ദിസ് ഓൺലി. ലൈക്ക് ഡു ട്രൈ ഔട്ട് അതേഴ്സ് ഓൾസോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണോ അത് പ്രിഫർ ചെയ്യുക. ഈ സീരീസിൽ മൊത്തത്തിലായിട്ട് വി എസ് കോഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ കംപ്ലീറ്റ് ബിഗിനർ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് വി എസ് കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലെത്തും. വിഷ്വൽ സ്റ്റുഡിയോ ആണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്, വിഷ്വൽ സ്റ്റുഡിയോ അല്ല, രണ്ടും എൻറ്റയർലി വേറെയാണ്. സോ ഈ ഒരു നീല തീമുള്ള വെബ്സൈറ്റിലെത്തും. ഇവിടെ വന്ന ശേഷം ഞാൻ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഉബുണ്ടു. സോ അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് പ്രൈമറി ആക്ഷൻ ഇത് കാണിക്കുന്നത്. സോ വിൻഡോസ് ആണെങ്കിൽ EXE ഫയലായിരിക്കും, അത് നിങ്ങൾ അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ലൈക്ക് എല്ലാ വീഡിയോയിലും ഞാൻ കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ഡോട്ട് എന്നായിരിക്കും കൊടുക്കുന്നത്. കോഡ് ഡോട്ട് അല്ല, സോറി ഗൈസ്, നോഡ് സ്പേസ് ഈ ഒബ്ജക്ട് ഡോട്ട് ജെസ്. ഇത് അപ്കമിങ് വീഡിയോയുടെ ഒരു ഫയലാണ്. സോ ഇങ്ങനെയായിരിക്കും റൺ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോഡ് ജെസിന്റെ റൺ ടൈം എൻവയോൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് വെബ്സൈറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോഡ് ജെസ് പോലുള്ള ആൾക്കാർ കാരണം റൺ ടൈം എൻവയോൺമെന്റ് ഉള്ളത് കൊണ്ട് നമുക്കിത് കോഡ് എഡിറ്ററിനകത്തും ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. സോ ജസ്റ്റ് നോഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വേർഷൻ നമ്പർ വന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് നോഡ് ജെസ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ യുവർ സിസ്റ്റം. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോഡ് ജെസ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലെത്തും. ഇവിടെ വന്നതിന് ശേഷം ലേറ്റസ്റ്റ് LTE വേർഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുക. ഞാൻ വേണമെങ്കിൽ ലൈക്ക് വേറെ ട്യൂട്ടോറിയൽ ഐ മീൻ ലൈക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽ സീരീസിന്റെ വേറെ ചാനലിലത്തെ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ വീണ്ടും വേസ്റ്റ് ടൈം ലൈക്ക് കോഡായാലും വീഡിയോ ആയാലും ഒരാൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യണമെന്നാണല്ലോ. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻ കേസ് ലൈക്ക് എനിക്കിപ്പോൾ എന്തായാലും ഐ ആം നോട്ട് എക്സൈറ്റഡ്. ലൈക്ക് ഞാൻ സീരീസിലാണ് എക്സൈറ്റഡ്. ലൈക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷനിൽ ഒരു എക്സൈറ്റ്മെന്റ് ചെറിയൊരു കുറവുണ്ട്. സോ അത് ഓൾറെഡി ചെയ്ത ആൾക്കാരുടെ വീഡിയോ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ലൈക്ക് ഐ വിൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ അത് കണ്ട് ഈ നോഡ് ജെഎസും വിഷ്വൽ സ്റ്റുഡിയോസ് കോഡും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമുക്ക് വി എസ് കോഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി കുറേ അധികം 51 എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എപ്പോഴും ആവശ്യം വരുന്നത് ലൈക്ക് പ്രിട്ടിയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ കോഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പ്രിട്ടിയർ ഉണ്ട്. വേറെ ആരാ ഉള്ളത്? നമുക്ക് ലൈവ് സെർവർ ആവശ്യമില്ല. ഇതിനകത്ത് പിന്നെ നോക്കുകയാണെങ്കിൽ ഓട്ടോ സേവ് ഉണ്ട്. ഇതിലേക്ക് എപ്പോഴും Ctrl+S അടിച്ച് സേവ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ഓട്ടോ സേവ്. പിന്നെ ബെറ്റർ കമന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ലൈക്ക് അത് യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറച്ചുകൂടെ ഒരു കമന്റ് ടിപ്പിക്കലി ഒരു ഗ്രേഡഡ് മാനറിലായിരിക്കും. സോ ഇവിടെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി യു കുഡ് ആക്ച്വലി ഇൻസ്റ്റാൾ ബെറ്റർ കമന്റ്സ്. അത്രയൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളതൊന്നും ഈ ഒരു ട്യൂട്ടോറിയലിന് റെലവന്റ് അല്ല. ES6ന്റെ ഈ ഒരു സ്നിപ്പെറ്റ് തിങ് ട്രൈ ഇൻസ്റ്റാളിങ്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ലൈക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഫസ്റ്റത്തെ ഫയൽ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും പോപ്പപ്പ് വരുന്നുണ്ട് ലൈക്ക് യു ക്യാൻ ഇൻസ്റ്റാൾ XYZ എക്സ്റ്റൻഷൻ ഫോർ ബൂസ്റ്റിംഗ് യുവർ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഡു ഇൻസ്റ്റാൾ ദാറ്റ് as well. അതർ ദാൻ ദാറ്റ് വി ഹാവ് നോട്ട് മച്ച് റിക്വയർമെന്റ്. പ്രൈമറിലി ഉണ്ടായിരുന്ന റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നത് നിങ്ങളാണ്. അതിപ്പോൾ നിങ്ങൾ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് വേണ്ട, നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ ഇടുന്ന എഫേർട്ടാണ്. അതും നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കത്തില്ല. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ സോഫ്റ്റ്വെയർ എന്താ പറയുന്നത് സാധനങ്ങൾ കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ വി ആർ പ്രിറ്റി ഗുഡ് ടു ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് ദ ട്യൂട്ടോറിയൽ സീരീസ്. സോ സി യു ആക്ച്വലി ഇൻ ദ ഫസ്റ്റ് വീഡിയോ. ബൈ ബൈ.